പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, രണ്ടാം പിണറായി സർക്കാരിൻ്റെ 4ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ CPM-ൽ വലിയ പൊട്ടിത്തെറി ഉരുണ്ടുകൂടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ശ്രമിക്കാൻ പോകുന്നത്. ഈ വരുന്ന 23-ാം തീയതി രണ്ടാം പിണറായി സർക്കാരിൻ്റെ 4ാം വാർഷികാഘോഷം വിപുലമായി കൊണ്ടാടാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അതിൻ്റെ പ്രാരംഭ നടപടികൾ ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, അതിൻ്റെ ഇടയിൽ CPM-നകത്ത് സമാനതകളില്ലാത്ത പൊട്ടിത്തെറികൾ, ചില ചെറിയ ഭൂചലനങ്ങൾ നടന്നു വലിയ പൊട്ടിത്തെറിയിലേക്ക് ഇത് പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതിൻ്റെ സൂചനകൾ ഒന്നൊന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ ആ സൂചനകൾ വേറെ ചില കാരണങ്ങൾ, ഗുരുതരമായിട്ടുള്ള ചില കാരണങ്ങളൊക്കെ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാം. സുഹൃത്തുക്കളെ, അതിൽ പ്രധാനമായും ഉള്ള പരസ്യ സൂചനകളെ കുറിച്ചിട്ട് നമുക്ക് ആദ്യം പറയാം. അത് കഴിഞ്ഞിട്ട് വേറെ ചില സൂചനകളുണ്ട്. ചില ഇംപ്ലൈഡ് ആയിട്ടുള്ള ചില എക്സ്പ്രസ് സൂചനകളാണ് ആദ്യം പറയാൻ പോകുന്നത്. അതിനുശേഷം ചില ഇംപ്ലൈഡ് സൂചനകളെ കുറിച്ചിട്ട് ഞാൻ പറയുന്നുണ്ട്. എക്സ്പ്രസ് സൂചനകൾ അല്ലെ പുറത്തു വന്ന സൂചനകൾ എന്താ, അത് രണ്ടാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. സുഹൃത്തുക്കളെ, ഈ CPM-ന്റെ ഒരു കീഴ്വഴക്കം അനുസരിച്ച് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആരാണെന്ന് തീരുമാനിക്കാനുള്ള അവകാശം CPM സാധാരണഗതിയിൽ മുഖ്യമന്ത്രിയാവുന്ന സീനിയർ ലീഡർമാർക്ക് കൊടുക്കാറുണ്ട്. ഇപ്പോൾ നയനാർ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന EN മുരളീധരൻ നായർ, അയാൾ നയനാരുടെ താല്പര്യപ്രകാരം നിയമിക്കപ്പെട്ട ആളാണ്. അയാൾ പാർട്ടിയായിട്ടുള്ളൊരു പാലമായിട്ട് പ്രവർത്തിക്കുമെങ്കിലും അതാരാണെന്ന് തീരുമാനിക്കാനുള്ള അവകാശം മുഖ്യമന്ത്രിക്ക് CPM കൊടുക്കാറുണ്ട് സാധാരണഗതിയിൽ. PS അച്യുതാനന്ദൻ വന്നു കഴിഞ്ഞപ്പോൾ ആദ്യം അത് S രാജേന്ദ്രനായി. പക്ഷെ പിന്നീട് PS പാർട്ടിയുമായിട്ട് തർക്കത്തിലായിരുന്നുകൊണ്ട് പിന്നെ പ്രൈവറ്റ് സെക്രട്ടറിയെ മാറ്റി, പിന്നെ പലരൊക്കെ വന്നു, അങ്ങനെയൊക്കെ ഉണ്ടായി. പക്ഷെ പിണറായി വിജയൻ വന്നപ്പോൾ എന്താ സംഭവിച്ചത്? പിണറായി വിജയൻ വന്നപ്പോൾ പാർട്ടിയും സർക്കാരും എല്ലാം പിണറായി വിജയനായല്ലോ. പാർട്ടി പ്ലസ് സർക്കാർ സമം പിണറായി വിജയൻ എന്നായിരുന്നല്ലോ. അപ്പോൾ പിണറായി വിജയൻ വന്നു. പിണറായി വിജയൻ ആദ്യം എനിക്ക് തോന്നുന്നത് MV ഗോവിന്ദൻ അല്ല, MV ഗോവിന്ദനല്ല, MV ജയരാജൻ പ്രൈവറ്റ് സെക്രട്ടറി ആയി വന്നു. പിന്നെ കുറച്ച് നാള് പുത്തലത്ത് ദിനേശൻ ഇരുന്നോ എന്നെനിക്ക് സംശയമുണ്ട്. കഴിഞ്ഞ് MV ജയരാജൻ പിന്നീട് തിരിച്ച് ജില്ലാ സെക്രട്ടറി ആയി പോയ സമയത്ത് KK രാഗേഷ് വന്നു. അങ്ങനെയാണ് പ്രൈവറ്റ് സെക്രട്ടറിമാരുടെ സ്ഥിതി അതായിരുന്നു. പിന്നെ കുറച്ച് നാള് R മോഹനൻ എന്ന് പറയുന്ന പാർട്ടിക്കാരൻ പോലും അല്ലാത്തൊരു ബ്യൂറോക്രാറ്റ് പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടിരുന്നു. അങ്ങനെയൊന്നും ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ പാർട്ടിയും സർക്കാരും എല്ലാം പിണറായി വിജയനാണല്ലോ. അപ്പോൾ പിണറായി വിജയൻ ഇനിയിപ്പോൾ വീട്ടിൽ നിൽക്കുന്ന ആരെങ്കിലും പ്രൈവറ്റ് സെക്രട്ടറി ആകണമെന്ന് വിചാരിച്ചാൽ പോലും ആക്കാവുന്ന ഒരു സാഹചര്യമാണല്ലോ നിലനിൽക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉണ്ടായിരുന്നു, കണ്ണൂരിൽ നിന്നുള്ള ആളായിരിക്കും പ്രൈവറ്റ് സെക്രട്ടറി എന്നുള്ളത് ഒരു അലിഖിത നിയമമായിരുന്നു പിണറായി വിജയൻ വന്നതിന് ശേഷം. അവസാനം നമ്മൾ കണ്ടത് എന്താണ്? സ്ത്രീപീഡനത്തിന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ P ശശിയെ പോലും തിരിച്ചു കൊണ്ടുവന്ന് പൊളിറ്റിക്കൽ സെക്രട്ടറി ആക്കുന്നത് നമ്മൾ കണ്ടു. ഇത്രയ്ക്ക് ഗതികെട്ട അവസ്ഥയിലേക്ക് CPM പോയി. അവിടെ നിൽക്കട്ടെ. എന്തായാലും ഇതൊക്കെ തന്നെ പിണറായി വിജയന്റെ തറവാട്ട് വക പോലെ കണ്ണൂരിൽ നിന്നുള്ളവർക്ക് വേണ്ടിയിട്ട് സംവരണം ചെയ്യപ്പെട്ടതായിരുന്നു ഈ സ്ഥാനങ്ങൾ. പൊളിറ്റിക്കൽ സെക്രട്ടറി, പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനങ്ങളല്ല. എന്നാൽ ഇപ്പോൾ KK രാഗേഷ് തിരിച്ച് കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയി പോയി. പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഒഴിവ് വന്നപ്പോൾ പല പേരുകൾ അവിടെ ചർച്ച ചെയ്യപ്പെട്ടു. P ശശിക്ക് പ്രൈവറ്റ് സെക്രട്ടറിയുടെ ചുമതല കൊടുക്കും എന്നുള്ള ചർച്ചയുണ്ടായിരുന്നു. MV ജയരാജൻ സംസ്ഥാന സെക്രട്ടറി നമ്പറാണെങ്കിൽ MV ജയരാജൻ തന്നെ പ്രൈവറ്റ് സെക്രട്ടറി ആകുമെന്നുള്ള ചർച്ചയുണ്ടായിരുന്നു. KM എബ്രഹാം ചിലപ്പോൾ പ്രൈവറ്റ് സെക്രട്ടറി ആയേക്കും എന്നുള്ള ചർച്ചയുണ്ടായിരുന്നു. പല ബ്യൂറോക്രാറ്റുകളുടെ പേര്, ഈ R മോഹനൻ എന്ന് പറഞ്ഞ ആളുടെ പേര്, V വേണു എന്ന് പറഞ്ഞിട്ടുള്ള റിട്ടയർഡ് IAS, അങ്ങനെ പലരുടെയും പേരുകളൊക്കെ പ്രൈവറ്റ് സെക്രട്ടറി നിലയിൽ ഇട്ടിരുന്നു. പക്ഷെ നമ്മളെല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടെന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും നമ്മളൊന്നും പ്രതീക്ഷിക്കാതിരുന്ന ഒരു പേരുകാരനാണ് ഇപ്പോൾ പിണറായി വിജയന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി വന്നിരിക്കുന്നത്. അയാളുടെ പേരാണ് A പ്രദീപ് കുമാർ. എൻ്റെ ഒരു പഴയ സുഹൃത്താണ്. എൻ്റെ സുഹൃത്താകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 2006 കാലഘട്ടത്തിൽ കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള VS അച്യുതാനന്ദൻ്റെ ഏറ്റവും വലിയ വലം കൈയായിരുന്നു A പ്രദീപ് കുമാർ. അന്നെന്തോ DYFയുടെ സംസ്ഥാന സെക്രട്ടറി ഏതാണ്ടൊക്കെ ആയിരുന്നു അയാൾ. അന്ന് ചെറുപ്പക്കാരനായിരുന്നു. PS-ന്റെ ഏറ്റവും വലിയൊരു പോരാളിയായിരുന്നു. ഞാനൊക്കെ നിരന്തരം സഹകരിക്കുന്ന ഒരാളായിരുന്നു A പ്രദീപ് കുമാർ. വളരെ സൗമ്യനായിട്ടുള്ള ഒരു മനുഷ്യനാണ് അയാൾ. യഥാർത്ഥത്തിൽ 2006 VS മലപ്പുറം സമ്മേളനത്തിൽ VS-ന് വേണ്ടി 12 പേർ മത്സരിച്ചതിൽ ഒരാൾ A പ്രദീപ് കുമാർ ആയിരുന്നു. അപ്പം അത്രയ്ക്ക് VS-ന്റെ അടുത്ത ആളായിരുന്നു. പിന്നെ നമ്മൾ കണ്ടല്ലോ VS-ന്റെ കൂടെ നിന്നിരുന്നവർ മുഴുവൻ കളം മാറ്റി ചവിട്ടി. കാരണം പിണറായി വിജയ്ക്ക്
പിണറായി വിജയൻ ഓശാന പാടാതെ ഈ പാർട്ടിയിൽ നിൽക്കാൻ പറ്റില്ല എന്നൊരു സ്ഥിതി വന്നു. PS പിന്മാറി. അപ്പോൾ എല്ലാവരും പിണറായി പക്ഷക്കാരനായി. അപ്പോൾ പാവപ്പെട്ട പ്രദീപ് കുമാറും പിണറായി പക്ഷക്കാരനായി. ആ വാദം നിവർത്തിയില്ല. 2 തവണ കോഴിക്കോട് നോർത്തിൽ നിന്നോ മറ്റോ 2 തവണ MLA ആയി. അതിനുശേഷം ഇപ്പോൾ 2019 MK രാഘവനെതിരെ കോഴിക്കോട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുകയും ചെയ്തു. പക്ഷേ കോഴിക്കോട് സാമാന്യം സൽപ്പേര് നിലനിർത്തിക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു പ്രദീപ് കുമാർ. സ്വാഭാവികമായി ഈ ജില്ലാ സമ്മേളനം വന്നപ്പോൾ അയാൾ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആകും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷേ അത്ഭുതകരം എന്ന് പറയട്ടെ, അയാൾ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആയില്ല. ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആളും ജനങ്ങളുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ അംഗീകാരമുള്ള ആളായിരുന്നു, ആയില്ല. ആകാതിരിക്കാനുള്ള കാരണമായി നമ്മളന്ന് കേട്ടത് അയാൾ മുഹമ്മദ് റിയാസിൻ്റെ എതിർപക്ഷത്തുള്ള ആളായിരുന്നു എന്നുള്ളതാണ്. അതായത് മുഖ്യമന്ത്രിയുടെ, അതായത് അമ്മായിയച്ഛൻ്റെ മരുമകൻ്റെ എതിർപക്ഷത്തുള്ള ആളായിരുന്നു ഇയാൾ എന്നുള്ളത് കൊണ്ടാണ് അയാൾക്കന്ന് ജില്ലാ സെക്രട്ടറി ആകാൻ കഴിയാതിരുന്നത് എന്നാണ് നമ്മൾ കേട്ടത്. എന്ന് മാത്രമല്ല, റിയാസിൻ്റെ അഴിമതികളെയൊക്കെ അയാൾ ശക്തമായി എതിർത്തിരുന്നു എന്നുള്ളത് കൊണ്ട് അയാൾ എന്തോ മൂലയ്ക്കായി അവിടെ കിടക്കുകയാണ് എന്നാണ് നമ്മൾ കേട്ടത്. പക്ഷേ അയാൾ MLA എന്നുള്ള നിലയിൽ സുദീർഘമായിട്ടുള്ള പ്രവർത്തനം നടത്തുകയും മാതൃകാപരമായിട്ടുള്ള ഒരുപാട് പ്രവർത്തനമൊക്കെ നടത്തിയിട്ടുള്ള ആളായിരുന്നു. പക്ഷേ അയാൾ അവിടെ തന്നെ മൂലയ്ക്ക് അടങ്ങി ഒതുങ്ങി വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ റിട്ടയർ ചെയ്ത ആളുകൾ ജീവിക്കുന്ന പോലെ റിട്ടയർഡ് ലൈഫിലായിരുന്നു അയാൾ. സംസ്ഥാന കമ്മിറ്റി അംഗമൊക്കെ ആയിരുന്നുവെങ്കിലും. പക്ഷേ അത്ഭുതകരമെന്ന് പറയട്ടെ, നമ്മളാരും പ്രതീക്ഷിക്കാതിരുന്ന സമയത്ത് തികച്ചും അപ്രതീക്ഷിതമായി അയാൾ പിണറായി വിജയൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിതനായി. സുഹൃത്തുക്കളെ, ഞാൻ ഈ പാർട്ടിക്ക് അകത്തുനിന്നുള്ള വിവരങ്ങൾ എനിക്ക് കിട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നത്, പാർട്ടി നേതൃത്വം പയ്യെ അവരുടെ അധികാരം പിണറായിക്ക് മേൽ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണമായി ഈ പ്രദീപ് കുമാറിൻ്റെ നിയമനത്തെ നമുക്ക് കാണാൻ കഴിയും എന്നാണ് എനിക്ക് പാർട്ടിയുടെ അകത്തളങ്ങളിൽ നിന്ന് കിട്ടുന്ന വിവരം. നമുക്കറിയാലോ, കഴിഞ്ഞ 8-9 വർഷക്കാലമായി പിണറായി വിജയൻ്റെ ഓഫീസ് നിയന്ത്രിക്കുന്നത് ഈ പറഞ്ഞ P ശശി, CM രവീന്ദ്രൻ, പിന്നെ എന്തോ ഒരു PhD തീസിസ് തിരുത്തി ഒരുത്തരുണ്ട്, എന്തോ ഒരു കാളിയത്തെന്നും കണ്ടു പറഞ്ഞിട്ട് ഒരുത്തരുണ്ട്, പിന്നെ ഒരു ക്യാപ്റ്റൻ ദിനേശ് എന്നും പറഞ്ഞിട്ട് ഒരുപാട് ആരോപണങ്ങൾ, ഞാൻ അതിനകത്തേക്ക് പോകുന്നില്ല, ഒരുപാടുണ്ട്. അങ്ങനെയുള്ള ഒരുത്തരുണ്ട്. അങ്ങനെയുള്ള കുറച്ച് കണ്ണൂർക്കാരും പിന്നെ PM മനോജ് എന്നും പറഞ്ഞൊരുത്തൻ, അവൻ അഴിമതി അവനെ കൊണ്ട് നിവൃത്തിയില്ലാഞ്ഞിട്ട് അവനെ ഏതാണ്ട് ഒഴിവാക്കുന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകളൊക്കെ കേട്ടിരുന്നു. അവന്മാർ അടങ്ങുന്ന കണ്ണൂരിൽ നിന്നുള്ള ഒരു മാഫിയ സംഘമാണ് ഈ പിണറായി വിജയൻ്റെ ഓഫീസ് നിയന്ത്രിച്ചിരുന്നത്. ആ ഓഫീസിലേക്ക് പ്രദീപ് കുമാർ വരുന്നത് പിണറായി വിജയൻ്റെ പിടിയായി എന്നതിൻ്റെ ഒരു നിർണായകമായിട്ടുള്ള ഉദാഹരണമായി കാണാം. ഒരു എക്സ്പ്രസ് കാരണമായി കാണാമെന്നാണ് പാർട്ടി ഉള്ളിൽ നിന്ന് എനിക്ക് കിട്ടുന്ന വിവരം. അതൊന്നാമത്തെ സൂചന. രണ്ടാമത്തെ പ്രത്യക്ഷ സൂചന എന്താ? രണ്ടാമത്തെ പ്രത്യക്ഷ സൂചന എന്ന് പറഞ്ഞാൽ MR അജിത് കുമാർ എന്ന് പറഞ്ഞൊരു ADGP ഉണ്ട്. നമ്മൾ ഒരുപാട് ചർച്ച ചെയ്താണ്. തൃശ്ശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ടും, അതായത് ദത്താത്രേയ ഹൊസബോളയൊക്കെ കാണാൻ, RSS നേതാവിനെ കാണാൻ പിണറായി വിജയൻ്റെ നിർദ്ദേശപ്രകാരം പോയി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആരോപണങ്ങൾ, അനധികൃത സ്വത്ത് സമ്പാദനവുമൊക്കെയായി ബന്ധപ്പെട്ട ഒരുപാട് ആരോപണങ്ങൾ നേരിടുന്ന ഒരാളാണ് MR അജിത് കുമാർ എന്നുള്ളതല്ല, പിണറായി വിജയൻ്റെ ബ്ലൂ ഐഡ് ബോയ് ആണ് MR അജിത് കുമാർ എന്നുള്ളിടത്താണ് MR അജിത് കുമാറിന് പ്രാധാന്യം വരുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് പോലെ തന്നെ പിണറായി വിജയൻ്റെ ആളായിരുന്നു. പിണറായി വിജയന് വേണ്ടി സ്വപ്ന സുരേഷ് എന്ന് പറഞ്ഞ സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട ആ വനിതയുടെ മുന്നിലേക്ക് എന്തോ രാജ് കിരണെന്നോ കണ്ടു പറഞ്ഞിട്ടുള്ള ഒരുത്തനെ പിണറായി വിജയന് വേണ്ടി പറഞ്ഞു വിടുകയും അയാൾ സ്വപ്ന സുരേഷുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ 1 ഡസൻ തവണ സ്വപ്ന സുരേഷിനെ വിളിക്കുകയും ചെയ്ത അന്ന് വിജിലൻസ് ഡയറക്ടറായിരുന്ന ആളാണ് ഈ MR അജിത് കുമാർ. അതിനുശേഷം സ്വപ്ന സുരേഷിൻ്റെ കൂടെ ജീവിച്ചിരുന്ന സരിത്ത് എന്ന് പറഞ്ഞ ആ കേസിലെ വേറൊരു പ്രതിയെ സ്വപ്ന സുരേഷിൻ്റെ വീട്ടിൽ നിന്ന് പിടിച്ചു വലിച്ച് കൊണ്ടുപോയതും ഈ അന്ന് വിജിലൻസ് ഡയറക്ടറായിരുന്ന MR അജിത് കുമാറിൻ്റെ നിർദ്ദേശപ്രകാരമായി. അതുകൊണ്ട് തന്നെ MR അജിത് കുമാർ എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ്റെ ഏറ്റവും അടുത്ത ആളും വിശ്വസ്ത വിനീത വിധേയനുമാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. 100% എനിക്ക് ആ കാര്യത്തിൽ ഉറപ്പാണ്. അവസാനം സംഭവിച്ചത് അയക്കെതിരായിട്ടുള്ള ഓരോ കേസുകളും അയാൾ കുറ്റമുക്തനായി ആരോപണ വിധേയനായിട്ടുള്ള ആളെ DGP സ്ഥാനത്തേക്ക് കേന്ദ്രം ശുപാർശ ചെയ്തപ്പോൾ അതിനകത്ത് വരെ പിണറായി പെടുത്തിയതാണ്. അയാളെ ഏതാണ്ട് 3-4 ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന ചില സ്ഥലം മാറ്റങ്ങളുടെ ഭാഗമായി അയാളെ എക്സൈസ് കമ്മീഷണറായി സ്ഥലം മാറ്റി. വേറെ ചില ആളുകളെയും ഒക്കെ സ്ഥലം മാറ്റി. പക്ഷെ നമ്മളെല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് എക്സൈസ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ എക്സൈസ് വകുപ്പ്, അതായത് MP രാജേഷ് എന്ന് പറഞ്ഞ മന്ത്രിയുടെ വകുപ്പ്. പക്ഷെ നമ്മളെല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് എന്താ സംഭവിച്ചെന്നറിയാവോ?
അയാളെ പൊടുന്നനെ അവിടുന്ന് തിരിച്ച് ബറ്റാലിയനിലെ കണ്ട ADGP ആയിരിക്കും എനിക്ക് കൊണ്ടുവന്ന് ആ സ്ഥലം മാറ്റം റദ്ദാക്കേണ്ടി വന്നു. ആ റദ്ദാക്കേണ്ടി വന്നതിനെ തുടർന്ന് വന്ന വാർത്തകൾ എന്താ? അയാളൊരു കളങ്കിതനായിട്ടുള്ള ഉദ്യോഗസ്ഥനാണ് എന്നുള്ളത് കൊണ്ട് അയാൾ എക്സൈസ് വകുപ്പിലേക്ക് വരുന്നത് എക്സൈസ് മന്ത്രിയായിട്ടുള്ള MP രാജേഷിന് താല്പര്യമില്ലായിരുന്നു. MP രാജേഷ് കടുത്ത അതൃപ്തി പാർട്ടി അറിയിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അയാളെ തിരിച്ച് ബറ്റാലിയനിലേക്ക് കൊണ്ടുപോയത്. അപ്പോൾ രണ്ടാമത്തെ പ്രത്യക്ഷമായിട്ടുള്ള സൂചന എന്താ? പിണറായി വിജയന്റെ വിശ്വസ്ത വിനീത വിധേയനായിട്ടുള്ള ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെ പിണറായി വിജയന്റെ ഓഫീസ് അറിഞ്ഞുകൊണ്ട് നടത്തിയിട്ടുള്ള ട്രാൻസ്ഫർ റദ്ദാക്കേണ്ടി വന്നു. അത് MP രാജേഷ് എന്ന് പറഞ്ഞ മന്ത്രിയുടെ അതൃപ്തിയെ തുടർന്നിട്ടാണ്. അപ്പൊ അതും പിണറായി വിജയന്റെ പിടി അയയുന്നു എന്നുള്ളതിന്റെ മറ്റൊരു സൂചനയായിട്ട് കാണണം എന്നാണ് പാർട്ടിയിൽ നിന്ന് ഉള്ളിൽ നിന്ന് എനിക്ക് കിട്ടുന്ന വിവരങ്ങൾ. കാരണം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വരെ ആയിരുന്നുവെങ്കിൽ ഈ MR അജിത് കുമാർ അതുപോലൊരു സ്ഥാനത്തേക്ക് വന്നാൽ ഒരിക്കലും MP രാജേഷ് അത് എതിർക്കില്ലായിരുന്നു. MP രാജേഷ് മൗനം പാലിക്കുമായിരുന്നു. പക്ഷേ MP രാജേഷ് അതിനെ എതിർത്തുവെന്നും ആ എതിർപ്പ് പ്രകടമാക്കിയെന്നും ആ എതിർപ്പ് പാർട്ടി അറിയിച്ചെന്നും പാർട്ടി അതിനകത്ത് ഇടപെട്ടെന്നും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇയാളുടെ സ്ഥലമാറ്റം റദ്ദാക്കപ്പെട്ടത് എന്നും ഇപ്പോൾ പരസ്യമായി വാർത്ത വന്നിരിക്കുന്നു. അപ്പോൾ ഒരു കാര്യം ഉറപ്പ് എന്താണ്? പ്രദീപ് കുമാർ പ്രൈവറ്റ് സെക്രട്ടറി ആയി വന്നതും MR അജിത് കുമാറിന്റെ സ്ഥലമാറ്റം റദ്ദാക്കപ്പെട്ടതും ഈ രണ്ട് കാരണങ്ങളും പിണറായി വിജയന്റെ പിടി അയയുന്നു എന്നുള്ളതിൻ്റെ, അല്ലെങ്കിൽ പിണറായി വിജയൻ ശോഷിക്കുന്നു അല്ലെങ്കിൽ ദുർബലനാകുന്നു എന്നതിൻ്റെ പ്രത്യക്ഷ സൂചനകളായിട്ട് നമുക്ക് കണക്കാക്കാം. ഇനി ഒരു പ്രധാനപ്പെട്ട വിഷയം കൂടിയുണ്ട്. ആ വിഷയം സൂചനയാണ്, പ്രത്യക്ഷമല്ല പരോക്ഷ സൂചനകളാണ്. അത് പക്ഷേ ഗൗരവതരമായിട്ടുള്ള ഒരു സൂചനയാണത്. അതെന്താണ് എന്ന് ചോദിച്ചാൽ, MP രാജേഷ് എന്ന് പറഞ്ഞ എക്സൈസ് മന്ത്രിക്കും KN ബാലഗോപാൽ എന്ന് പറയുന്ന ധനകാര്യമന്ത്രിക്കും P രാജീവ് എന്ന് പറഞ്ഞ വ്യവസായ മന്ത്രിക്കും ശക്തമായ അതൃപ്തി ഉണ്ടാക്കുന്ന സംഭവങ്ങൾ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വിവരം. രാജീവ്, ബാലഗോപാല്, രാജേഷ്, അവർക്ക് ശക്തമായ അതൃപ്തി ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങളായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഒന്ന്, ഭരണം പയ്യെ ക്ലിഫ് ഹൗസിലേക്ക് കേന്ദ്രീകരിക്കുന്നു എന്നുള്ളതാണ്. ഭരണം ക്ലിഫ് ഹൗസിലേക്ക് കേന്ദ്രീകരിക്കുന്നു പറഞ്ഞാൽ ക്ലിഫ് ഹൗസിൽ ഇരിക്കുന്ന ഒരു ഭാര്യയും മകളും ഭരണത്തിൽ പ്രത്യക്ഷമായി ഇടപെട്ട് തുടങ്ങിയിരിക്കുന്നു എന്നുള്ള വിവരമാണ്. വ്യവസായ വകുപ്പിലേക്ക് പല പ്രധാനപ്പെട്ട തീരുമാനങ്ങളും കമലയും വീണയും കൂടി ചേർന്നെടുക്കുന്നു എന്നുള്ള ശക്തമായിട്ടുള്ള പരാതി ഞാൻ നേരത്തെ പറഞ്ഞ 3 മന്ത്രിമാർക്കും ഉണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് നിർണായകമായിട്ടുള്ള പല തീരുമാനങ്ങളും കമല വീണ സഖ്യം എടുക്കുന്നു എന്നുള്ള പരാതി ഈ മന്ത്രിമാർക്ക് ശക്തമായിട്ടുണ്ട്. അതിൽ പ്രധാനം വ്യവസായ വകുപ്പ്. ധനകാര്യ വകുപ്പിൽ ബാലഗോപാലിന് പരാതി കുറെ കാലമായിട്ടുണ്ട്. കാരണം വകുപ്പിലെ കാര്യങ്ങൾ മുഴുവൻ തീരുമാനിക്കുന്നത് KM എബ്രഹാമാണ്. ബാലഗോപാൽ അവിടെ ഒരു ക്ലർക്കായിരിക്കുകയാണ്, ധനകാര്യമന്ത്രിയായി. എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് KM എബ്രഹാമാണ്. അതായത് കേരളത്തിന് കടം തരുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിൽ കേസിന് പോയപ്പോൾ ആ കാര്യം ബാലഗോപാൽ അറിയുക പോലും ചെയ്തിരുന്നില്ല എന്നാണ് കിട്ടുന്ന വിവരം. അതിൻ്റെ സത്യവാങ്മൂലം തയ്യാറാക്കിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തത് KM എബ്രഹാം ആയിരുന്നുവെന്നും അതിൻ്റെ ചർച്ചയ്ക്ക് പോയപ്പോൾ KM എബ്രഹാം കൂടെ പോയെന്നും പിന്നീട് ബാലഗോപാലിനെ ഒതുക്കാൻ വേണ്ടിയിട്ടാണ് KM എബ്രഹാമിന് ക്യാബിനറ്റ് പദവി കൊടുത്തതെന്നും ഉള്ള വാർത്തകളുണ്ട്. അപ്പോൾ ബാലഗോപാലും ഈ പറഞ്ഞതുപോലെ അതൃപ്തനാണ്. MP രാജേഷ് അല്ലെങ്കിൽ തന്നെ അതൃപ്തനാണ്. സെക്രട്ടേറിയറ്റിലേക്ക് വരുമെന്ന് വിചാരിച്ചു, വന്നില്ല. അപ്പോൾ MP രാജേഷ് വിശ്വസിക്കുന്നത് MR അജിത് കുമാറിനെ ഈ ശശിയും പിണറായിയും കൂടെ അറിഞ്ഞ് എക്സൈസ് കമ്മീഷണറായി ഈ 4ാം വർഷം നിയമിച്ചെങ്കിൽ അത് വലിയ തോതിൽ ആ എക്സൈസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ വകുപ്പിൽ അഴിമതി നടത്താൻ വേണ്ടിയിട്ടാണ് എന്നാണ് MP രാജേഷ് കരുതുന്നത്. അപ്പം അതിൻ്റെ എല്ലാത്തിൻ്റെയും പശ്ചാത്തലത്തിൽ ഇവർ 3 പേരും ശക്തമായിട്ടുള്ള അതൃപ്തികൾ ഇപ്പൊ പാർട്ടിയുടെ മുമ്പിൽ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള സൂചന ഇപ്പൊ പുറത്തു വരുന്നുണ്ട്. അവർ നേരത്തെ വാലും ചുരുട്ടിയാണ് നിന്നിരുന്നതെങ്കിൽ ഇപ്പോൾ അവർ വാലും പൊക്കി നിൽക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. 3 പേരും അസ്വസ്ഥരാണ്. ഇനി ഒരു നിർണായക കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിച്ചേക്കാം.
ഒരു ത്രിമൂർത്തികൾ തിരുവനന്തപുരത്ത് ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് അടുത്ത വാർത്ത. ആ ത്രിമൂർത്തികൾ സർക്കാരുമായി ബന്ധപ്പെട്ട് ഇടനിലക്കാരായി പ്രവർത്തിക്കുന്നുവെന്നും സർക്കാരിൻ്റെ പല നിർണായകമായിട്ടുള്ള പദ്ധതികളും ആർക്കൊക്കെ കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നത് ഈ ത്രിമൂർത്തികളാണ് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പാർട്ടിക്കകത്ത് വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്നത്. അതിലൊന്ന് MP ഗോവിന്ദൻ്റെ മകനാണ്. ശ്യാംജിത്ത് എന്ന് പറഞ്ഞ അവനെ കുറിച്ചിട്ട് ഒരുപാട് ആരോപണങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ രാജേഷ് കൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരുത്തനുമായിട്ടുള്ള ബന്ധം അയാളെ പാർട്ടി കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ MP ഗോവിന്ദൻ്റെ മകൻ ആണ് ത്രിമൂർത്തികളിൽ ഒരാൾ. രണ്ടാമത്തെ ആൾ P ശശിയുടെ മകൻ. മൂന്നാമത്തെ ആൾ PM മനോജിന്റെ മകൾ. ഈ 3 മക്കളും അടങ്ങുന്ന ഒരു ത്രിമൂർത്തി സംഘം തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ടെന്നും അവരെ പ്രധാനപ്പെട്ട വകുപ്പുകളിലെ നിർണായകമായിട്ടുള്ള പദ്ധതികളിലൊക്കെ ആർക്കാണ് കൊടുക്കേണ്ടതെന്ന് തീരുമാനിക്കുന്ന അവരാണെന്നുമുള്ള വാർത്തയും പാർട്ടിക്കകത്ത് ശക്തമാണ്. അപ്പൊ ഇതൊക്കെ ഈ 3 മന്ത്രിമാർ പ്രകടിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. പ്രകടിപ്പിക്കാനുള്ള ശക്തി അവർക്ക് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ നേരിട്ടുള്ള സൂചനകളും പരോക്ഷമായിട്ടുള്ള സൂചനകളും കാണുമ്പോൾ പിണറായി വിജയന്റെ ശക്തി ചോർന്നുകൊണ്ടിരിക്കുന്നു ഈ 5ാം വർഷം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പാർട്ടി നേതൃത്വം ഈ പറഞ്ഞതുപോലെ അതിൻ്റെ അതോറിറ്റി ഉപയോഗിച്ച് തുടങ്ങിയിരിക്കുന്നു, അവർ അസേർട്ട് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അത് ബേബിയാണോ ഗോവിന്ദനാണോ എന്നുള്ള കാര്യത്തിലേക്കൊക്കെ നമുക്ക് പിന്നീട്, പക്ഷേ ഗോവിന്ദനാവാനുള്ള സാധ്യത കുറവാണ്. കാരണം ഗോവിന്ദൻ്റെ മകനും ഈ സ്വാർത്ഥ താല്പര്യങ്ങളുണ്ട്. പക്ഷെ അതാരാണ് അസേർട്ട് ചെയ്ത് തുടങ്ങിയിരിക്കുന്നതെന്നും പറയാൻ കഴിയില്ലെങ്കിലും ഒരു കാര്യം പകൽ പോലെ വ്യക്തമായിരിക്കുന്നു. പിണറായി വിജയൻ്റെ പിടി ഈ 3ാം വർഷക്കാലത്ത്, ഈ 4ാം വർഷം കഴിഞ്ഞപ്പോൾ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ കുറയാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതിൻ്റെ പ്രത്യക്ഷ പരോക്ഷ സൂചനകളാണ് ഞാൻ എൻ്റെ പ്രേക്ഷകരുമായി പങ്കുവച്ചിട്ടുള്ളത്. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിച്ചോളാം. പാർട്ടിയിലൊരു പുതിയ ധ്രുവീകരണം ആരംഭിച്ചിരിക്കുന്നു. അതിൽ P രാജീവുണ്ട്, അതിൽ KN ബാലഗോപാലുണ്ട്, അതിൽ MP രാജേഷ് ഉണ്ട്, അതോടൊപ്പം ഷംസീർ എന്ന് പറഞ്ഞിട്ടുള്ള അയാളും ഇതിനകത്തുണ്ട് എന്ന് കേൾക്കുന്നു. അവരുടെ നേതൃത്വത്തിൽ ഒരു പുതിയ ഒരു സമവാക്യം CPM-നകത്ത് സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്തകളും പുറത്തേക്ക് വരുന്നുണ്ട്.